ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നില്ല, ഒരു രാഷ്ട്രീയം സംസാരിക്കുന്നതല്ല. കാരണം വെച്ചാൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ ഇലക്ഷന്റെ ചൂടില് ഒരു തരംഗമായിരിക്കുകയാണ്. അല്ല, ഷാഫി പറമ്പ്, എവിടെ നോക്കിയാലും ഷാഫി പറമ്പില് എല്ലാ ഇലക്ഷന്റെ പരിപാടിയിലും ഇങ്ങനെയുള്ള നേതാവ് ഉമ്മൻചാണ്ടി സാറിന് ശേഷം നമ്മുടെ കേരളത്തിൽ ആരും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടാ എന്ന് നിങ്ങൾ കമന്റ് ഇടണട്ടാ. പക്ഷെ ഒരു കാര്യം പറയാതെ പോകാൻ കഴിയില്ല. ഉമ്മൻചാണ്ടി സാറിനെ പോലെ പിൻഗാമിയായി എന്നത് ഒരു പദവി മാത്രമല്ല, പക്ഷെ അത് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന മുഖമാണ് ഇന്ന് ഷാഫി പറമ്പിൽ. തെരഞ്ഞെടുപ്പിൽ കേരളം കാണുന്നത് ഒരു സാധാരണ പ്രചരണമല്ല, ഒരു പുതിയ നേതൃത്വത്തിന്റെ ഉയർച്ചയാണ് ഷാഫി പറമ്പിൽ ഇന്ന് ജനങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ പലർക്കും ഓർമ്മ വരുന്നത് ഒരു പേര് തന്നെയാണ്, ഉമ്മൻചാണ്ടി സാറിനെ. ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, അവരുടെ വേദന കേൾക്കുന്നത്, അവരുടെ വീട്ടുകളിലെത്തി അവരുടെ ഭാഗമാകുന്നത്, അതാണ് ഒരു നേതാവിന്റെ യഥാർത്ഥ ശക്തി. അത് ഒരിക്കൽ ഉമ്മൻചാണ്ടി സാറിനെ നമ്മൾ കണ്ടതാണ്. ഇന്ന് അതേ സ്നേഹവും അതേ അടുപ്പവും ജനങ്ങൾ ഷാഫി പറമ്പിലും കാണുന്നു. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന അമ്മമാരും സഹോദരിമാരും ഇതൊരു സാധാരണ ജനക്കൂട്ടമല്ല, ഇത് വിശ്വാസത്തിന്റെ ശബ്ദമാണ്. വീടുകൾ നയിക്കുന്ന കൈകൾ ഇന്ന് മാറ്റം നയിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നു. അത് ചെറുത് ഇവിടെ നിങ്ങൾ നിൽക്കട്ടെ, ഈ സഹോദരിമാരും ആ കുട്ടികളെ വാക്കുകൾ നമ്മളെ മനസ്സിലൊരു ഇഷ്ടം വരുമല്ലോ, കൊച്ചു പിള്ളേർക്ക് വരെ ഇഷ്ടമാണ്. അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാണാൻ. ഇത് വല്ലാത്തൊരു കാര്യം തന്നെയല്ലേ. എന്നാലും ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല എന്ന് വീണ്ടും പറയാം. പക്ഷെ ഒരു സത്യം പറയട്ടെ, ജനങ്ങൾ ഹൃദയത്തിൽ ഇരം നൽകുന്ന നേതാക്കളിൽ ഒന്നാണ് ഷാഫി പറമ്പില്. ഈ തിരക്ക്, അവരുടെ ആവേശം, ജനങ്ങളെന്ന് വെച്ചാല് യുവാക്കള്, പ്രായമായവർ, കുട്ടികൾ, എല്ലാവരും ഇന്ന് ഷാഫി പറമ്പിൽ വരുന്നു അറിയുമ്പോ ഇല്ലേ, എല്ലാവരും ചില ആൾക്കാർക്ക് ഷാഫി പറമ്പിനെ കാണാൻ പോയില്ല. അപ്പൊ എന്തായിരിക്കും നിങ്ങൾ സത്യത്തിൽ നിങ്ങളൊന്ന് ചിന്തിക്കുന്നത്? ഇങ്ങനെ ഏതൊരു രാഷ്ട്രീയ എങ്ങനെയാണോ ഞങ്ങളോട് പെരുമാറിയത്, ഏത് രീതിയിലാണ് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്, അതേ ഒരു പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ